ഡോക്ടർ ഷമ മുഹമ്മദ്, ഭരണഘടനാ ധാർമ്മികത, സദ്ഭരണം, അഴിമതിരഹിതവും സുതാര്യവും സംശയാതീതവുമായ പൊതുപ്രവർത്തനം, ഇങ്ങനെ ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ ആവശ്യമുണ്ടാകേണ്ടുന്ന ചില വാല്യൂസ്, ചില മൂല്യങ്ങൾ അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ബിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് ഭരണകക്ഷി പറയുന്നത്. കോൺഗ്രസ് എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? ഈ ബില്ല് ഗോപി ഭരണഘടനത്തിന്റെ എതിരാണ്, ജനാധിപത്യത്തിന്റെ എതിരാണ്, ഫാസിസത്തിന്റെ ഒക്കെ നിൽക്കുന്ന ഒരു ബില്ലാണ്. ആർട്ടിക്കിൾ 21 എതിരാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നസെന്റ് അൺടിൽ പ്രൂവൺ ഗിൽറ്റി. ഇപ്പൊ ഒരാള് ശിക്ഷിക്കപ്പെടുന്നത് വരെ നിരപരാധിയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ബില്ല് എന്താ പറയുന്നത്? ഈ ബില്ല് പറയാ, നിങ്ങള് നോർമൽ പ്രൊസീജിയർ എന്താ? അറസ്റ്റ് ചെയ്യും, FIR ഫയൽ ചെയ്യും, ചാർജ് ഷീറ്റ് അതിന്റെ ശേഷം പിന്നെ കോർട്ടിൽ പോവും, പിന്നെ അവരോട് ചോദിക്കും ഗിൽറ്റി നോട്ട് ഗിൽറ്റി, നിങ്ങൾ നിരപരാധിയോ അല്ലേ, യെസ് ഓർ നോ. ഇവിടെ എന്താ പറയുന്നത്? 30 ദിവസം നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലിടും, എന്നിട്ട് നിങ്ങൾ നിരപരാധിയല്ല, നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടു എന്നാ പറയുന്നത്. ബിക്കോസ് 30 ദിവസത്തിന്റെ ശേഷം നിങ്ങൾക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല, നിങ്ങൾ അവിടുന്ന് രാജിവെക്കണം, നിങ്ങൾ മന്ത്രിയായി രാജിവെക്കണം, MP ആയി രാജിവെക്കണം, എല്ലായിടത്തും രാജിവെക്കണം. അപ്പൊ ഇത് എന്ത് നിയമാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഇവിടെ നമുക്ക് ഓൾറെഡി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ED കേസ് 2014 തൊട്ട് 21 വരെ 5422 കേസിൽ 23 കൺവിക്ഷനേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. വേറൊരു ഡേറ്റ് ഞാൻ പറഞ്ഞു, 2014 തൊട്ട് 21 വരെ 500 MPs MLA റിപ്പീറ്റഡ് ആയിട്ട് മത്സരിക്കുന്നവരെ അവര് 173 BJP-യിലേക്ക് പോയി. ED കേസ് പറഞ്ഞ് എന്തെങ്കിലും പക്ഷെ അവിടെ പോയതിന് ശേഷം അജിത് പവാർ ആയാലും, സുവിന്ദു അധികാരി ആയാലും, ഹിമന്ത ബിശ്വാസ ശർമ്മ, നാരായൺ റാണെ ആയാലും ആരായാലും കേസ് ക്ലോസ്. അവരെ സ്വന്തം MP ആണ് കിരീറ്റ് സൊമയ്യ ആണ് കേസ് കൊണ്ടാന്ന് നാരായൺ റാണിന്റെ എതിരായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കിരീറ്റ് സൊമയ്യാണ് ഈ അജിത് പവാറിന്റെ എതിരായിട്ട് കേസ് കൊണ്ടാകുന്നത്. ദേവേന്ദ്ര ഫഡ്നവിസ് എപ്പോഴും പറഞ്ഞ കാര്യമാണ്, അജിത് പവാർ ഇറിഗേഷൻ സ്കാമില് 10,000 കോടിയിൽ മുങ്ങിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ പറഞ്ഞ ശേഷം പെട്ടെന്ന് ED ക്ലോസ് ചെയ്യാവുന്ന കേസ്. അപ്പം ഇത് ജനാധിപത്യത്തിന്റെ എതിരാണ്, നമ്മൾ ഇതിന്റെ ഒക്കെ നിൽക്കൂല. വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ ഇപ്പൊ നിങ്ങൾക്കൊരു മുഖ്യമന്ത്രിനെ ഇഷ്ടപ്പെടുന്നില്ല, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അവരെ എതിരായിട്ടൊരു കേസ് ഇടും. കേസ് ഇട്ടിട്ട് അവരെ അറസ്റ്റ് ചെയ്യും, അവര് 30 ദിവസം ജയിലാണ്, പിന്നെ അവരോട് രാജിവെക്കാൻ പറയണം. അതപ്പോ ബേസിക്കലി അവർക്ക് ജനാധിപത്യം വേണ്ട. അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ BJP-യുടെ മുഖ്യമന്ത്രി എല്ലാ സംസ്ഥാനത്തിലും. ഞാൻ വേറൊരു ഉദാഹരണം തരാം. മാലേഗാവ് ബ്ലാസ്റ്റ് 2008 പ്രഗ്യാ ഠാക്കൂറും കേണൽ പുരോഹിതും നിരപരാധി എന്ന് പറഞ്ഞു. 2006 മുംബൈ ബ്ലാസ്റ്റിൽ കുറെ മുസ്ലിംസ് നിരപരാധിയാന്ന് പറഞ്ഞു. 2006 വേർഡിക്റ്റിന്റെ ശേഷം ഉടനെ സുപ്രീം കോർട്ടിൽ പെറ്റീഷൻ ഇട്ടു. ദേവേന്ദ്ര ഫഡ്നവിസ് സർക്കാർ, അവര് നിരപരാധിയല്ല. പക്ഷെ 2008 ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം എന്തുകൊണ്ട് ദേവേന്ദ്ര ഫഡ്നവിസ് അങ്ങനത്തെ ഒരു പെറ്റീഷൻ സുപ്രീം കോർട്ടിൽ ഇട്ടിട്ടില്ല? പ്രഗ്യാ ഠാക്കൂറും കേണൽ പുരോഹിത്തും നിരപരാധിയല്ലാന്ന്. അപ്പം ഒരു സർക്കാരാണ് സൈഡ് എടുക്കുന്നത്. കോർട്ട് കേസ് പോയി, അതിൽ പ്രോസിക്യൂഷൻ ആണ് ഏറ്റവും വീക്ക്. 2 കേസിൽ പ്രോസിക്യൂഷൻ വീക്ക് ആയിരുന്നു. പക്ഷെ എവിടെ സർക്കാർ ഒരു കേസിൽ വേറെ ഇതും മറ്റേ കേസിൽ. അപ്പം ഒന്ന് നിങ്ങൾ എതിര് വരുന്നത്, നിങ്ങളെ എതിരായിട്ട് നിൽക്കുന്ന നിങ്ങള് പ്രതിപക്ഷ മുഖ്യമന്ത്രിന്റെ എതിരായിട്ടുണ്ടാവും. രണ്ടാമത് മുസ്ലിംസ് എവിടെയാ ഉള്ളത് അവരെതിരായിട്ടുണ്ടാവും. ദളിതുകൾ എവിടെയാ ഉള്ളത് അവരെതിരായിട്ടുണ്ടാവും. അവർക്ക് ഇഷ്ടപ്പെട്ടാത്ത ആൾക്കാർ, അത് ബിസിനസ്മെൻസും ആവും. ബിസിനസ്മെൻ പറയും ഞങ്ങൾ അവരെ എന്തായാലും. പക്ഷെ ഈ ബില്ല് ബേസിക്കലി പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ മേലെയുള്ള ഒരു ബില്ലാണ്. അപ്പം അവിടെ ഇപ്പൊ സംസ്ഥാനത്തിൽ ഒരു മന്ത്രി ആയാലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, ഹി കുഡ് ബി ഓൾസോ എ ബിസിനസ് മാൻ, അവരെ പുറത്താക്കണം. അപ്പം ഇതാണ് ഇതിന്റെ പ്രശ്നം. അതും ഈ സെഷൻ, മോൺസൂൺ സെഷൻ തീർന്ന ഒരു ദിവസം മുമ്പെയാണ് ഈ ബില്ല് അവർ കൊണ്ടുവരുന്നത്. എന്തുകൊണ്ട് അവര് ഈ സെഷൻ തുടങ്ങിയ സമയത്ത് ബില്ല് കൊണ്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവിടെ അയച്ചിട്ട് നമുക്കൊരു ചർച്ച, അല്ലെങ്കിൽ പാർലമെന്റിൽ ഒരു ചർച്ച വേണമല്ലേ ബില്ലിന്റെ മേലെ? അവർക്ക് ചർച്ച വേണ്ട, അവർക്ക് ബില്ല്. അല്ല, യഥാർത്ഥത്തിൽ ഡോക്ടർ ഷമ, ഈ ബില്ല് കൊണ്ടുവരുന്നതോടുകൂടി, ഇപ്പൊ അത് പാസ്സാകാനുള്ള സാധ്യതയൊക്കെ കുറവാണ്, എങ്കിൽ പോലും ഈ ബില്ല് കൊണ്ടുവരുന്നതോടുകൂടി കോൺഗ്രസ് നിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം കൂടി ശക്തമാകുമെന്ന് ഭയക്കുന്നുണ്ടോ? ഞങ്ങൾ പറയുന്നത് ഒരു മന്ത്രി, ഒരു മുഖ്യമന്ത്രി ആയാലും ഒരു സംസ്ഥാനത്തിലുള്ള മന്ത്രി ആയാലും
അവർ ഒരു MP ആയാലും അവര് കുറ്റം ചെയ്ത് ശിക്ഷപ്പെട്ടാൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റണം 110%. ഇപ്പൊ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്, ആ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗില് FIR 45 ദിവസം എടുത്തു അവർക്കിടാൻ. 45. അതും എന്തുകൊണ്ട്? സുപ്രീം കോർട്ട് പറഞ്ഞു ഡൽഹി പോലീസിനോട് ഫയൽ ദി FIR. അതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. സെക്ഷൽ ഹറാസ്മെന്റും മൊളസ്റ്റേഷൻ കംസ് അണ്ടർ കോഗ്നിസിബിൾ ഒഫൻസ്. ഇമ്മീഡിയറ്റ്ലി ഡൽഹി പോലീസിന് FIR ഫയൽ ചെയ്യില്ല. അത് 45 ദിവസത്തിന് ശേഷം FIR ഫയൽ ചെയ്ത്. എന്നിട്ടും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് വിറ്റ്നസസിനെ ഇന്റിമിഡേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ആ പോസ്കോ കേസിൽ ആദ്യം ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു അവര് നിരപരാധിയാണ്, അല്ല ഇദ്ദേഹം കുറ്റം ചെയ്തു, പിന്നെ പറയാ ഇദ്ദേഹം ഒന്നും ചെയ്തില്ല. സോ അതെല്ലാം നമ്മൾ ഡോക്ടർ ഷമ, ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിൽ കഴിയുമ്പോഴും മുഖ്യമന്ത്രിയെ തുടർന്ന അരവിന്ദ് കെജ്രിവാളിനെ ആ സമീപനത്തെ നിങ്ങൾ പിന്തുണയ്ക്കുമോ? അല്ല, ഞാൻ ആര് സൈഡും എടുക്കുന്നില്ല. ഞങ്ങൾ പറയാന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ, ഹേമന്ത് സോറേനും ഉണ്ടായിരുന്നല്ലോ ജയിലില്. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം മുഖ്യമന്ത്രി പദവി രാജിവെച്ചിരുന്നു. ഇല്ല, മുഖ്യമന്ത്രി അവര് പറഞ്ഞിരിക്കുക മുഖ്യമന്ത്രിയോ മന്ത്രിയോ MP യോ എല്ലാം ഉണ്ടല്ലോ ഇതില്. ഞങ്ങള് പേരെടുക്കുന്നില്ല. അത് ആരായാലും, അത് അരവിന്ദ് ഏത് അല്ലല്ല ക്ഷമ, ഞാൻ പറഞ്ഞത് സോറന്റെ കേസും കെജ്രിവാളിന്റെ കേസും രണ്ടാണല്ലോ. കാരണം കെജ്രിവാൾ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഒരാള് മുഖ്യമന്ത്രിയുടെ അവിടുന്ന് സ്ഥാനത്ത് രാജിവെച്ചു. ഞാൻ പറയുന്ന ഏത് മുഖ്യമന്ത്രി ആയാലും ഈ നിയമം തെറ്റാണ്. അത് ഞങ്ങളെ പാർട്ടിയിലായാലും വേറെ പാർട്ടിയിലായാലും BJP-യിലായാലും ഞാൻ നോക്കുന്നില്ല. ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഇതിൽ പോകണം. ജനാധിപത്യത്തിൽ എങ്ങനെയാ പറയുന്നത് പറഞ്ഞാൽ, നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ there should be an FIR, പിന്നെ ചാർജ് ഷീറ്റ്, പിന്നെ കോർട്ടിൽ കേസ്, പിന്നെ നിങ്ങൾ കൺവിക്ട് ചെയ്യട്ടെ. ശിക്ഷപ്പെടുത്താൽ അദ്ദേഹം ആ സ്ഥാനത്ത് മാറണം. അതാണ് ഞങ്ങൾ പറയുന്നത്. അതാണ് ജനറൽ ഒരു നമ്മളെ ജനാധിപത്യത്തിലുള്ള മൂല്യങ്ങൾ. അപ്പൊ ഇത് എന്താ, ഇത് പുതിയ കാര്യങ്ങൾ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാം ഓൾറെഡി ED, NIA. അല്ല ക്ഷമ, ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കട്ടെ. അതായത് നമ്മുടെ ഈ രാജ്യത്തിന്റെ നമ്മുടെ ഈ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ വലിയ കേസുകളിൽപ്പെട്ട ആരോപണ വിധേയരായവർ, ഇപ്പോൾ കാലിത്തീറ്റ കുംഭകോണ കേസ് അടക്കമുള്ള കേസുകൾ നമുക്കെടുക്കാം. അതിൽ മോറൽ റെസ്പോൺസിബിലിറ്റി, ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അവർ രാജിവെച്ച സാഹചര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ KM മാണി, കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായി, സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുമ്പോൾ അത് എടുത്തു കാണിച്ച് പ്രതിപക്ഷം വലിയ ബഹളം ഉണ്ടാക്കുന്നു, അദ്ദേഹം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിന്, അതായത് BJP കള്ളക്കേസ്, ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള ഏജൻസികൾ ഉപയോഗിച്ച് കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണമെങ്കിൽ, അപ്പോഴും ഇതേ ധാർമ്മിക പ്രശ്നം ഉണ്ടല്ലോ, അവർക്ക് ഈ പദവിയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമൊന്നല്ലല്ലോ ഒരു നിയമം കൊണ്ടുവന്നാലും. എന്താണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്? എന്താണ് കോൺഗ്രസ് അതിൽ ഭയക്കുന്നത്? വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ അവർ കൺവിക്റ്റഡ് അല്ലല്ലോ. ഇപ്പൊ എനിക്ക് നിങ്ങൾ ഗോപി ഒരു MP ആണെന്ന് വിചാരിച്ചു, ഗോപി ഒരു മന്ത്രി. ഗോപി ചിലപ്പം കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ആരോപണമുണ്ട് ഗോപിയുടെ മേലെ. ഇത് അന്വേഷണം വേണമല്ലോ അതിന്റെ മേലെ. അപ്പൊ 30 ദിവസം, അവർക്ക് 35 ദിവസം നിങ്ങൾ ഒരു ചാർജിന്റെ അതിന്റെ അകത്ത് ഇടാൻ പറ്റും ജയിലിന്റെ അകത്ത്. ഇപ്പം ഈ അരവിന്ദ് കെജ്രിവാളിന് ഇട്ട പോലെ. അപ്പൊ ഞങ്ങൾ പ്രൂവ് ചെയ്യണമല്ലോ അത് നിരപരാധിയോ അല്ലെങ്കിൽ അത് ഗിൽറ്റി ആണെന്ന്. നിങ്ങൾ ഗിൽറ്റി അല്ലാണ്ട് നിരപരാധിയായിട്ട് നിങ്ങൾ എങ്ങനെ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കും? അതാ എന്റെ ചോദ്യം. മറ്റേ സൈഡ് നിങ്ങൾ നോക്കണം. ഞാൻ പറയുന്നത് പറഞ്ഞാൽ, സംശയം ഉണ്ടായിട്ട് ഞങ്ങളെ സമയത്ത് അശ്വിനി കുമാർ രാജിവെച്ചിട്ടുണ്ടായിരുന്നു, ഒരു അഴിമതിന്റെ ആരോപണം വന്നേരം. അശോക് ചമൻ രാജിവെച്ചിട്ടുണ്ട്, അഴിമതിന്റെ ആരോപണം. പവൻ ബൻസൽ രാജിവെച്ചിട്ടുണ്ടായിരുന്നു റെയിൽ മന്ത്രിയായ സമയത്ത്. അന്നേരം നമുക്ക് ഇതുണ്ടായിരുന്നു, ഞങ്ങൾ തെറ്റ് ചെയ്താൽ ഞങ്ങൾ രാജിവെക്കണം. പക്ഷെ ഇതിൽ അശ്വിനി കുമാർ എത്ര റെയിൽ ആക്സിഡന്റ് ആയിട്ടും രാജിവെക്കൂല. ഇവിടെ ആരും രാജിവെക്കൂല, അഴിമതി ആയാലും ഇല്ലെങ്കിലും. നാരായൺ റാണെ, ഹേമന്ത ബിശ്വാസ ശർമ്മ, സുവിന്ദു അധികാരി, അവരെല്ലാം അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ്. ഇപ്പൊ വ്യാപം കേസുള്ള ഏറ്റവും വലിയ ആളാണ് മറ്റേ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. പക്ഷെ അതെല്ലാം അവരെ ക്ലോസ് ചെയ്യും കേസ്. അതാണ് പറയുന്നത്. യെദ്യൂരപ്പന്റെ കാര്യം, യെദ്യൂരപ്പ ഇസ് കൺവിക്റ്റഡ്, മനസ്സിലാക്കണം. അപ്പൊ എന്നിട്ടും അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ അതിന്റെ അന്വേഷണം ചെയ്യൂ, എന്നിട്ട് അവരെ കൺവിക്ട് ചെയ്യൂ, എന്നിട്ട് എന്നാ നിങ്ങൾ അവിടുന്ന് രാജിവെക്കണം. പക്ഷെ ഒരാൾ തെറ്റ് ചെയ്യാണ്ട് നമുക്കറിയില്ല. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ NIA ആയാലും ഈ നമ്മളെ CBI ഒരാൾക്കും വിശ്വാസം ഇല്ല. അവരെല്ലാം they are all controlled by the central government. കേന്ദ്ര സർക്കാർ അവരെ കൺട്രോൾ ചെയ്യാം. അവർക്ക് എന്ത് ഇടാം കമ്പ്യൂട്ടറിന്റെ അകത്ത്. നിങ്ങൾ ഭീമാ കോരേഗാവ് കേസ് വായിക്കണം, അതിനെപ്പറ്റി പഠിക്കണം. എത്ര കാര്യങ്ങൾ അവർ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഇട്ടത്. ഓരോരോ സ്റ്റാൻ സ്വാമി ആയാലും
ഓരോ വ്യക്തിന്റെ ഉള്ളിൽ, ഓരോ നേതാവിന്റെ ഉള്ളിൽ അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലാണ് അവര് എവിഡൻസ് ഇട്ട് അത് പ്രൂവ് ചെയ്തിരിക്കുക അമേരിക്കയിലെ ഡിറ്റക്റ്റീവ് ഏജൻസീസ് എല്ലാം. അപ്പൊ അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അവർക്ക് തെളിവ് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഇട്ടൂടെ, എന്നിട്ട് പറയാം ഇവര് കുറ്റം ചെയ്തെന്ന്. അത് ആരെ നമ്മളെ സംരക്ഷിക്കും? എന്നാലും ഈ മുഖ്യമന്ത്രിനാ. ശരി ഡോക്ടർ ഷമ.